ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും വിട്ടുപോകല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ ചിത്രമായിരുന്നു ധനം. ഒരു ത്രില്ലർ സ്വഭാവമുള്ള ചിത്രത്തിൽ നായികയായി എത്തിയത് അന്ന് പുതുമുഖയായിരുന്ന ചാർമിളയായിരുന്നു. മലയാളികൾക്ക് ചീരപ്പൂവുകളുമായി എത്തിയ സുന്ദരി പിന്നീട് നിരവധി സിനിമകളിലും അഭിനയിച്ചു. ചാർമിള ഒരു അന്യഭാഷാ നായികയാണെന്ന് ആർക്കും തന്നെ ആ സമയത്ത് അറിയില്ലായിരുന്നു. മാത്രമല്ല, സിനിമകളിൽ ചാർമിള സജീവമാകാൻ കാരണം സാക്ഷാൽ മോഹൻലാൽ തന്നെയായിരുന്നു. കൈരളി ടിവിയിലെ പഴയൊരു അഭിമുഖത്തിനിടെ ചാർമിള ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ സാർ മികച്ച അഭിനേതാവാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായത്തിനും ഒപ്പമുണ്ടാകുന്ന നല്ലയൊരു മനുഷ്യസ്നേഹി കൂടിയാണ് അദ്ദേഹം. തൻ്റെ അച്ഛന് താൻ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ തനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനായി സ്കൂളിൽ പോകാതെ ഭക്ഷണം കഴിക്കാതെ താൻ പ്രതിഷേധം അറിയിച്ചു. പ്രതിഷേധത്തിനൊടുവിൽ ഒരുവിധം അച്ഛൻ സമ്മതിക്കുക തന്നെ ചെയ്തു. അങ്ങനെ പ്രൊഡ്യൂസർ ബാലാജി അങ്കിൾ പറഞ്ഞിട്ടാണ് സിനിമയിലേക്ക് അവസരം വരുന്നത്. മോഹൻലാൽ സാറിൻ്റെ ഭാര്യാപിതാവാണ് ബാലാജി അങ്കിൾ. എന്നാൽ 1-2 സിനിമകൾക്കു ശേഷം സിനിമ അഭിനയം ഉപേക്ഷിക്കണം എന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞു. സാധാരണഗതിയിൽ സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനായി പോർട്ട്ഫോളിയോ എടുക്കും. പക്ഷേ അച്ഛൻ അതൊന്നും തന്നെ ചെയ്യാൻ സമ്മതിച്ചില്ല. ഇത് മോഹൻലാൽ സാർ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കുകയും ചെയ്തു. ചാർമിള നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ, അതിനാൽ നല്ല ഫോട്ടോസ് എടുത്താൽ നല്ല സിനിമകളിലേക്ക് അവസരങ്ങൾ ലഭിക്കുമെന്ന് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു. അവളെ കെട്ടിച്ചു വിടണം, അല്ലെങ്കിൽ പഠിക്കട്ടെ എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായി തനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന്. അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വൈകുന്നേരം കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു. മോഹൻലാൽ സാർ തന്നെ നേരിട്ട് വന്ന് തൻ്റെ ഫോട്ടോസ് എടുത്ത് മറ്റു നിർമ്മാതാക്കൾക്ക് ആ പോർട്ട്ഫോളിയോ നൽകി. അതുവഴിയാണ് ഒരുപാട് സിനിമ അവസരങ്ങൾ ലഭിച്ചത്. ചാർമിള പറയുന്നു, മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു അന്യഭാഷാ നടിക്കു വേണ്ടി പോർട്ട്ഫോളിയോ ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. എങ്കിലും അവരുടെ സിനിമയോടുള്ള താല്പര്യത്തെ മോഹൻലാൽ ബഹുമാനിക്കുകയും അതിനു ചാർമിളയെ സഹായിക്കുകയും ചെയ്തു എന്നതു മാത്രം. ചാർമിളയുടെ ആദ്യ മലയാള സിനിമയായിരുന്നു ധനം. അതിനാൽ ഒരുപാട് സമയമെടുത്തിട്ടാണ് ചാർമിളയുടെ ഭാഗങ്ങൾ എല്ലാം തന്നെ ഷൂട്ട് ചെയ്തത്. മോഹൻലാലിനൊപ്പമുള്ള ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ അധിക സമയം വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും തന്നെ പരിഭവം പറയാതെ അദ്ദേഹം ക്ഷമയോടെ നിന്നുവെന്നും ചാർമിള പറയുന്നു. മനസ്സീ മൗനമ എന്ന തമിഴ് സിനിമയിൽ ചാർമിളയ്ക്കൊപ്പം ഒരു പുതുമുഖയായിരുന്നു അഭിനയിച്ചത്. ഡയലോഗ് പറയാൻ പോലും ആ നായകന് അറിയില്ലായിരുന്നു. അന്ന് ഒരുപാട് ദേഷ്യം വന്നിട്ടുണ്ട്. എന്നാൽ മോഹൻലാൽ സാർ തനിക്ക് വേണ്ടി ക്ഷമിച്ചു നിന്നതോർക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്, ചാർമിള പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.